ഇത് കണ്ട ഗൈസ് കുറേ ആട്ടും കൂട്ടം പശുവുണ്ട് ആടുമുണ്ട്. നമ്മളിപ്പോ ഏകദേശം എത്താറായെന്ന് തോന്നി. ഇനി 2 മണിക്കൂർ കാണിക്കുന്നുണ്ട്. ഇവിടെ കണ്ട ഗൈസ് കരിപ്പട്ടി ഇരിക്കുന്നു. ഇവിടെ മൊത്തം കരിപ്പട്ടി കടകളാണ്. പെട്ടി എല്ലാ കടയും കരിപ്പട്ടി കടകൾ ഇഷ്ടം പോലെ ഉണ്ട്. നമുക്കും കരിപ്പട്ടി വാങ്ങിക്കാനുണ്ട്. അങ്ങോട്ട് പോകുമ്പോൾ വാങ്ങിക്കാം. കണ്ടോ, അപ്പൊ നല്ല പനംകിഴങ്ങ്, കടല, കരിപ്പട്ടി. പനംകിഴങ്ങ് നല്ല അടിപൊളി കിഴങ്ങിരിക്കുന്നു. പവർ ബാങ്ക് കൂടെ നേരെ പോ നേരെ. ഇവിടെ മൊത്തം പനമരങ്ങളാണ്. മൊത്തം പന തന്നെയാണ്. മൊത്തം പന തന്നെയാണ്. പിന്നെ അങ്ങോട്ട് ഇട്ട് വെള്ളം പിടിക്കുന്നതല്ല. അമ്പൽപ്പാലം പേരുണ്ടല്ലോ. കടലായി നോക്ക് ഗൈസ്. നമ്മളിവിടെ ഏകദേശം എത്താറായി. രാമേശ്വരം. രണ്ട് സൈഡും കടല്. ഈ സൈഡും കടല് തന്നെയാണ്. പാലത്തിന്റെ പേര് പാമ്പൻ. അത് പരസ്യത്തിൽ വേണല്ലോ. വേറൊരു പാലമല്ലേ ഇതല്ലേ സ്റ്റാർട്ടിങ്. ഓ, നമ്മള് പാമ്പൻ പാലത്തിലൂടെ അപ്പുറത്തെ സൈഡിൽ റെയിൽവേ ട്രാക്ക്. രണ്ട് സൈഡും കടല് മക്കളെ. നോക്ക്, റെയിൽവേ ട്രാക്ക് ഉണ്ട്. കണ്ടാ? അല്ലേ മക്കളെ? Go slow. നമുക്ക് നിന്ന് നോക്കാൻ പറ്റൂല. അങ്ങനെ എന്തോ സ്ഥലമുണ്ടല്ലോ. അങ്ങനെ സ്ഥലമില്ല. വണ്ടി അങ്ങോട്ട് നിർത്തും ആൾക്കാർ. അതിന്റെ ബ്ലോക്കാണ് ഇത് കാണുന്നത്. ഇവിടെ പാലത്തിൽ നിർത്താൻ പാടില്ല, പക്ഷെ ആൾക്കാരെല്ലാം അപ്പുറത്ത് നിർത്തും. ഈ സൈഡ് കണ്ട മീൻ പിടിക്കാൻ പോണ ബോട്ടുകളെല്ലാം ഈ സൈഡാണ് കിടക്കണേ. നമ്മൾ കറങ്ങി അങ്ങ് പോണല്ലോ, അതാ കാണില്ലേ? ധനുഷ്കോടി അല്ലേ? എത്തേണ്ടത് അങ്ങ് ആ എൻഡാണ്. മനസ്സിലായി. നമ്മളിപ്പോ പാമ്പൻ പാലത്തിലെ കൂടെ നടക്കുകയാണ്. അപ്പുറത്തോ വലിയ ക്ലാസ്സില്ലേ അതുപോലെ. കൊണ്ട് ഒറ്റ ഓട്ടോ. ഇവിടെ നോക്ക്, ഇവിടെ ഫോട്ടോഷൂട്ട് നടക്കുന്നു. അടിപൊളി. എത്തി നോക്കുന്നു. കുളിക്കാനൊക്കെ പറ്റും.
ഗൈസ്. അങ്ങനെ നമ്മളിപ്പോൾ പാമ്പൻ പാലത്തിൽ കൂടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് വീണ്ടും നമ്മൾ അങ്ങോട്ട് പൊയ്ക്കോട്ടിരിക്കുകയാണ്. നല്ല രസമാണ് കേട്ടോ ഇവിടെ കാണാൻ. ഈ സൈഡിൽ മൊത്തം മീൻ പിടിക്കുന്ന ബോട്ടുകളാണ്. ഇതാ ഞങ്ങൾ കണ്ടുവിടാം. രണ്ട് സൈഡും കടലാണ്. അപ്പുറത്ത് ഒരു സൈഡ് റെയിൽവേ ട്രാക്ക് ഉണ്ട്, ട്രാക്കുണ്ട്, പഴയതുണ്ട് പുതിയതുണ്ട്. ഒരു സൈഡ് മൊത്തം ബോട്ടാണ്. ആൾക്കാരെല്ലാരും നോക്കിയാണ് വെളിയില്. പൊല്യൂഷൻ, എയർ പൊല്യൂഷൻ. ഇങ്ങനെ പുക അടിക്കുകയാണെങ്കിൽ ശ്വാസം മുട്ടും. അയക്ക് പുകയാണ് അടിക്കണം. അതല്ലേ അത് എന്തിനു ചവിട്ടി പൊയ്ക്കൂടാവന്? ഞാനിപ്പോ അത് ഞാൻ ഒറ്റ കൊട്ടിന് ഞാൻ അപ്പുറത്തെ കടന്നിലെടുത്തറി ആരോണ്ടാ ആ വണ്ടിയില് അവിടുത്തെ ആൾക്കാരെല്ലാം ഇറക്കിയിട്ട് ആ വണ്ടിയിൽ മാത്രം കൊടുക്കണം. നമ്മളങ്ങനെ വീണ്ടും ഇറങ്ങി കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. ഈ സൈഡിൽ രണ്ട് റെയിൽവേ ട്രാക്ക് ഉണ്ട്, പഴയത് പുതിയത്. മാങ്ക, പൈനാപ്പിൾ, മാങ്ക. അതാണ് നമ്മുടെ ഈ ട്രെയിൻ പോകുന്ന പാലം. ശരി ശരി ശരി. മാങ്ങ, പൈനാപ്പിൾ, മാങ്ങ. അമ്മ കളിക്കുള്ള വീട്ടിൽ വരുമല്ല ഒരു അമ്മൂമ്മ. അമ്മ കളിക്കുള്ള വീട്ടിൽ വരുമല്ലോ ഒരു അമ്മൂമ്മ. അമ്മ ഇങ്ങനെ കിട്ടണമെന്ന് അറിഞ്ഞുകൊണ്ട് അമ്മ കളിക്കുള്ള വീട്ടിൽ വരുമല്ലോ ഒരു അമ്മൂമ്മ. ആ അമ്മൂമ്മ ഇവിടെ കണ്ട് അതേ രൂപം തന്നെ. രണ്ട് സൈഡും കടലാണ്. ഇനി ഇവിടെ ഫ്രണ്ട് എടുത്താൽ മതി. രാവിലെ വരുമ്പോ ഇവിടെ നിന്നൊക്കെ എടുക്കാം. ഫ്രീ ആയിരിക്കും അല്ലേ? ഇപ്പൊ ഭയങ്കര തിരക്കാണ്. നമുക്ക് ഫോട്ടോസ് എടുക്കാനൊക്കെ ഭയങ്കര, വണ്ടി നിർത്തിയപ്പോൾ ഭയങ്കര ട്രാഫിക്കായി. പിന്നെ നമ്മൾ പെട്ടെന്ന് ഓടിച്ചാറി വണ്ടി കയറി. നമുക്ക് നാളെ തിരിച്ചു വരുമ്പോൾ സമാധാനമായിട്ട് ഫോട്ടോസൊക്കെ എടുക്കണം. നമ്മളവിടെ ഫോട്ടോ എടുക്കാൻ നിർത്തിയിട്ടിരിക്കുന്നതായിരിക്കും. അപ്പം നമ്മൾ പാലം കഴിയാൻ പോവുകയാണ്. അടുത്ത് രാമേശ്വരം ആ ഒരു ദ്വീപിലോട്ട് നമ്മൾ എൻ്റർ ചെയ്യുകയാണ്. നമ്മളെ എൻജോയ് ചെയ്യുമ്പോ അത് അവിടെ കുളിക്കാനൊക്കെ പറ്റും. ആര് കുറഞ്ഞൊരു ബീച്ചാണ് അടുത്തോട്ട്, ഇങ്ങോട്ട് മാത്രമാണ് ആരം. അത് നമുക്ക് കുറച്ചേരം കുളിക്കാം. അതുകൊണ്ടൊക്കെ അങ്ങനെ നമ്മൾ പാലം കഴിഞ്ഞിരിക്കുന്നു. ഈ സൈഡ് നമ്മൾ റെയിൽവേ ട്രാക്ക് അവിടെ കഴിഞ്ഞു. ഈ സൈഡും കുറെ മീൻ പിടിക്കുന്നു. ക്രോസ് ചെയ്ത് കയറും അല്ലേ? ഇവിടെയും കുറെ മീൻ പിടിക്കുന്ന ബോട്ട്. പക്ഷെ ഇതിനേക്കാളും അപ്പുറത്തെ സൈഡാണ് കൂടുതൽ ബോട്ട്. അവിടെ ഒരു ലൈറ്റ് ഹൗസ് നമുക്ക് കാണാം ദൂരെ. അവിടെ ലൈറ്റ് ഹൗസ് കാണാം. നല്ല രസമാണ്. നല്ല ദൂരെ ഒരു നമ്മളെ അടുത്ത് നോക്കിയ ഒരു ചെറിയ ദൂരെ നോക്കി ചെറിയ ഇത് കണ്ട ഒരു കുഞ്ഞിനെ വണ്ടിയിൽ ഇരുത്തിയിരിക്കുന്നുണ്ട്. സ്ഥലം ഉണ്ടായിട്ട് വേണം ഇരുത്തിയിരിക്കുന്നത്. താഴെ ഇരുത്തിയിരിക്കുന്നത്. ആൾക്കാരൊക്കെ നടന്നു പോകുന്നു.
അതാണ് എങ്ങനെ ട്രാഫിക്കിൽ നിന്ന് രക്ഷപ്പെടുമെന്നുള്ള പേടി. മൂക്കിലാണോ ഇനി പറ. ഗൈസ്, അച്ഛനാണെങ്കിൽ എപ്പം ട്രാഫിക്കിന്റെ ഇടയിൽ നിന്ന് രക്ഷപ്പെടുമെന്നാണ് അച്ഛൻ നോക്കിയിരിക്കുന്നത്. ഫ്രണ്ടിലോട്ട് പോ. സമയം ഇപ്പൊ 2:30 രണ്ടര വയറ് വിശന്നു വയ്യ. മണം വരുന്ന ഗൈസ്, ബാക്കിൽ നിന്ന് വേറെ മരുന്നുണ്ട് കേട്ടോ. മണം വരുന്നുണ്ട്. അങ്ങനെ 1 മണിക്കൂറത്തെ ട്രാഫിക് കഴിഞ്ഞിരിക്കുന്നു. ഇപ്പൊ മണി 3 ഇപ്പോഴാണ് ട്രാഫിക് ഒന്ന് മാറിക്കിട്ടിയത്. ഇനി വേണം നമുക്ക് ഫുഡ് കഴിക്കാൻ. വയറ് വിശന്ന് കറങ്ങിയിരിക്കുന്നു ഇവിടെ. ഇതാര് നിന്ന് അടുത്തുകൊണ്ടുപോ. സുരേഷ് ഗോപി കാണിച്ചതല്ല അമ്മ ഇങ്ങനെ നമ്മളിപ്പോ ടോള് അവിടെ 20 രൂപേന് പാസ് ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ കഴിഞ്ഞു ധനുഷ്കോടിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയൊക്കെ ശരിക്കും വെള്ളം കയറിയ സ്ഥലമാണ് അല്ലേ? വെള്ളം കയറി മുങ്ങിപ്പോയ സ്ഥലമാണ്. അതിന്റെ അവശിഷ്ടങ്ങളൊക്കെ നമുക്കിവിടെ കാണാം. സൈഡിലൊക്കെ കാണാം. വെള്ളം കയറിയപ്പോ ഇവിടെ ഒരു ബീച്ചിന്റെ ഭാഗം പോലെ ആയി. അവിടെ നമുക്ക് ഓടിക്കയറാതിരുന്നാ മതി. അതാ പാലമൊക്കെ കാണാം. അപ്പൊ ഇവിടെ ബീച്ച് സ്ഥലം. ഇവിടുന്ന് ലെഫ്റ്റിലോട്ട് പോയാൽ കോതണ്ടരാമക്കോൾ അരിച്ചാൽ മുനി നേരെ പോയാൽ അരിച്ചാൽ മുനി. അങ്ങോട്ട് നോക്കൂ. ഈ സൈഡില് കടല് കാണാം. അവിടെ ഒരു അമ്പലമുണ്ട്. അപ്പൊ അങ്ങോട്ട് പോകേണ്ടതാണ് ആ ഒരു വഴി. ശരിക്കും നമ്മളിപ്പോ ഇവിടെ എത്തിയിരിക്കുന്നു ഗൈസ്. ആ ഒരു എൻഡ് പോയിന്റിലോട്ട് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഈ 2 സൈഡും ഈ പച്ചപ്പായതുകൊണ്ട് നേരെ ഒന്നും കാണാൻ പറ്റുന്നില്ല. കാട് പോലെ വളർന്നു കിടക്കും അല്ലേ? ബസ്സിലായിരുന്നെങ്കിൽ കുറച്ചും കൂടെ കാണായിരുന്നു. ഇപ്പോഴാണെങ്കിൽ നമ്മള് യാത്ര ചെയ്തോണ്ടിരിക്കുകയാണ്. ഇതുവരെ നമ്മള് കാർ നിർത്തിയിട്ടില്ല. 2-3 പ്രാവശ്യം മാത്രമേ നിർത്തിയിട്ട്. കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു, അത് പറയാൻ മറന്നു. വെള്ളം എല്ലായിടത്തും ഉണ്ട്. 2 സൈഡ് വെള്ളം തന്നെ. ഇത് കണ്ട വയസ്സ്, ഇത് ഒരു സുനാമി വന്ന് ഇവിടെ മൊത്തം എല്ലാം അടിച്ചു പോയതാണ്. ഇപ്പോഴും കുറച്ച് ആൾക്കാർ താമസമുണ്ട്. ചെറിയ കുടിലൊക്കെ വെച്ചിട്ട് കുറച്ച് ആൾക്കാർ ഇവിടെ താമസമുണ്ട്. ചെറിയ കുടിലൊക്കെ വെച്ചിട്ടാണ് ഇപ്പൊ ഇങ്ങനെയാണ് താമസം. ഇവിടെ ഇവരെ വരുമാനം എന്ന് പറയുന്നത് മീൻ ഉണക്കി വെക്കുന്നു. ഇപ്പൊ എല്ലായിടത്തും മീൻ ഉണക്കി ഒക്കെ വെച്ചിട്ടുണ്ട്. ചെറിയ ലൈറ്റ് ഹൗസ് കണ്ടിട്ടാണ് ഇതിപ്പോ ഒന്നും ആയില്ല, പകുതി ആയിട്ടേ ഉള്ളൂ അല്ലേ? നമ്മളിതൊന്നും കഴിച്ചില്ല. ഇപ്പൊ കുറച്ച് നമുക്ക് 2 സൈഡും കുറച്ച് ക്ലിയർ ഉണ്ട്. ഒരുപാട് മീനിരിക്കുന്ന സ്ഥലം നോക്കേ. ഒരുപാട് ആമുള്ള സ്ഥലം നോക്കണം. അവിടെയാണ് ഒരുപാട് കച്ചവടം. ഇത് ഉണക്ക മീനല്ലേ? ഒന്നും കഴിച്ചില്ല ഗൈസ്. മണി 3:30 ആവാൻ പോണു. അങ്ങോട്ട് പോയിട്ട് വേണം കഴിക്കാൻ. രാത്രിയാണ് ഇപ്പൊ.
ലൈറ്റ് ഹൗസ് കാണുന്നുണ്ട്. പണ്ട് ഇതുവരെ വണ്ടിയിൽ വരാൻ പറ്റുമായിരുന്നു, നമ്മുടെ വണ്ടിയിൽ കാറിലൊക്കെ വരാൻ പറ്റുമായിരുന്നു. പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് ധനുഷ്കോടിയിലോട്ട് പോകണമെങ്കിൽ ജീപ്പിലോ മഹേന്ദ്രയിലോ പോകാൻ പറ്റുള്ളായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങ് അറ്റം വരെ അങ്ങ് എൻഡ് വരെ നമുക്ക് നമ്മുടെ കാറിൽ തന്നെ നമുക്ക് പോകാൻ പറ്റും. റോഡൊക്കെ നന്നാക്കിയിട്ടുണ്ട്. നേരത്തെ റോഡൊന്നും ഇല്ലായിരുന്നു, മണലായിരുന്നു. റോഡൊക്കെ നന്നാക്കിയിട്ടുണ്ട്. ഇവിടെ എല്ലാം സുനാമി ഒന്നും അടിച്ചു പോയ നോക്കടി ഇത്രയൊക്കെ മീനുണ്ടെന്ന് ഇവിടെ. ഇവിടെ അങ്ങോട്ട് ഒതുക്കാം നമുക്ക്. ഒതുക്കിയിട്ട് ഇവിടെ നിന്ന് തിന്നിട്ട് പോവാം. നമുക്കിനി ഇവിടെ നിന്ന് ഫുഡ് കഴിച്ചിട്ട് ഇനി അങ്ങോട്ട് പോവാം. പാർക്ക് ചെയ്ത് ഇനി ഏതെങ്കിലും നല്ല കട നോക്കി നമുക്ക് ഫുഡ് കഴിക്കണം. നല്ല ആളുള്ള കടയിൽ കിട്ടണം. നല്ല ആള് വേണ്ട, മീഡിയം മീഡിയം ആളുള്ള കടയിൽ. ഇവിടുന്ന് രണ്ടാമത്തെ കടയിൽ കയറാം. എവിടെ നിന്ന്? ഇത് അങ്ങോട്ടാണോ കുറച്ചുകൂടെ നല്ലത്? എനിക്കറിഞ്ഞൂല, ഞാൻ പിള്ളേറിയാകും. എന്തായാലും നടക്കാം, വാ മക്കളോ. ഞാൻ തിരിച്ച് വന്നാൽ മതിയല്ലോ. നമുക്ക് വീഡിയോ എടുക്കാം.